അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒന്ന് ഞെട്ടാൻ തയ്യാറായിക്കോ, എന്തായാലും ഞെട്ടും. അപ്പോൾ ഇപ്പോഴും ഒന്ന് ഞെട്ടി തുടങ്ങിക്കോ. എനിക്ക് ഒറ്റക്കൈ കൊണ്ട് പൊക്കാൻ പോലും പറ്റൂല. അപ്പോൾ ഞാൻ കുറേശ്ശെ കാണിച്ചു തരാവേ. ഹലോ ഗൈസ്, ഇപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആണ് ഞാൻ കൂടുതലും ചെയ്യാറുള്ളത്. അപ്പോൾ പിന്നെ എല്ലാ വീഡിയോയുടെ തുടക്കത്തിലും ഞാൻ വൺ ഓഫ് ദ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ എന്നാണ് കേട്ടോ പറയുന്നത്. എന്നാലും ഇത് ഇത്തിരി സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കുറേ പേര് എന്താണ് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. കുറേ പേർക്ക് ഇപ്രാവശ്യം MBBSന് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് അതിലും തന്നെ കുറേ പേര് എൻ്റെ അടുക്ക് ഫസ്റ്റ് ഇയറിലെ ബുക്സും കാര്യങ്ങളും കോളേജിൽ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ഇയർ ബുക്സാണ് കാണിക്കുന്നത് കേട്ടോ. ഞാൻ ബുക്സ് ഈ സൈഡിലായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഫേസ് പോലും കാണത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒന്ന് ഞെട്ടാൻ തയ്യാറായിക്കോ, എന്തായാലും ഞെട്ടും. അപ്പോൾ ഇപ്പോഴും ഒന്ന് ഞെട്ടി തുടങ്ങിക്കോ. എനിക്ക് ഒറ്റക്കൈ കൊണ്ട് പൊക്കാൻ പോലും പറ്റൂല. അപ്പോൾ ഞാൻ കുറേശ്ശെ കാണിച്ചു തരാവേ. അപ്പോൾ അതാണ്ട് ഇത്രയും ടെക്സ്റ്റ് ബുക്കാണ് നമുക്ക് അനാട്ടമിക്ക് മാത്രം ഉള്ളത് കേട്ടോ. അനാട്ടമിക്ക് മാത്രം. ഇതിൽ ഒരു ടെക്സ്റ്റ് ബുക്കും കൂടെ ഉണ്ട്. അത് ഞാനൊരു ജൂനിയറിന് പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കാണ് കേട്ടോ. അതിൻ്റെ ഫിഗർ ഞാൻ സൈഡിലായിട്ട് കാണിച്ചേക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും ബുക്സാണ് അനാട്ടമിക്ക് മാത്രം ഉള്ളത്. ഈ ഒരു കളർ പൊടിയുടെ കളറാണ് കേട്ടോ. നമ്മൾ ഇപ്പം ഞാനിപ്പോൾ തേർഡ് ഇയർ ആണല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ തന്നെയാണ് നമ്മളെല്ലാവരും റൂംമേറ്റ്സ് എല്ലാവരും ഇവിടെ തന്നെയാണ് ബുക്ക് അടുക്കി വെച്ചേക്കുന്നത്. അപ്പം ആ ഒരു പൊടിയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ബുക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം. അയ്യോ, ഇത്രയും ബുക്സാണ്. അല്ലെങ്കിൽ ഞാൻ എല്ലാ ബുക്സും കൂടെ ഒന്ന് ആദ്യം കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് ഇത്രയും ബുക്സ് അനാട്ടമിക്കുണ്ട്. ഇതാണ് നമ്മുടെ ബയോകെമിൻ്റെ ടെക്സ്റ്റ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 3 സബ്ജക്റ്റാണ് കേട്ടോ ഉള്ളത്. അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി. അപ്പോൾ അനാട്ടമിക്ക് ഇത്രയും ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഒരു ടെക്സ്റ്റ് ബുക്കും കൂടെ ഉണ്ട് കേട്ടോ. അത് ഏകദേശം ഈ ടെക്സ്റ്റിൻ്റെ ഒരു കനമൊക്കെ വരും. ഇതിൻ്റെ ഒരു ഹാഫ് കനം വരും. കൊച്ചു ടെക്സ്റ്റ് ബുക്കാണ്. കൊച്ചു ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ അതിനകത്തുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഇത്രയും ടെക്സ്റ്റ് ബുക്കിലെ കാര്യത്തെക്കാട്ടിലും പാടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബയോകെമിൻ്റെ ടെക്സ്റ്റ്. ഇനി നമുക്ക് ഫിസിയോളജിയുടെ ടെക്സ്റ്റാണ് കേട്ടോ ഉള്ളത്. അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കാണത്തില്ല. അപ്പോൾ ഇതാണ് ഫിസിയോളജിയുടെ ടെക്സ്റ്റ്. അപ്പോൾ ആദ്യം നമുക്ക് അനാട്ടമിന്ന് തുടങ്ങാൻ കേട്ടോ. അനാട്ടമിക്ക് തന്നെ ഒത്തിരി ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ അതിലൊരു ഡിവിഷനാണ് ജനറൽ അനാട്ടമി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തിൽ നമ്മൾ എല്ലാ സിസ്റ്റത്തിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ കുറേ പഠിക്കും. അപ്പോൾ ഇതാണ് ജനറൽ അനാട്ടമിയുടെ ടെക്സ്റ്റ്. അപ്പോൾ അത് ഒരെണ്ണം. അത് കഴിഞ്ഞിട്ട് സിസ്റ്റമിക് അനാട്ടമിയിൽ വരുന്നതാണ് നമ്മൾ ഇനി പരിചയപ്പെടുന്നത്. സിസ്റ്റമിക് അനാട്ടമിയിൽ അപ്പർ ലിംബ് ആൻഡ് തൊറാക്സ് ഉണ്ട്. നമ്മൾ ബ്രെയിൻ മുതൽ താഴെ വരെ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പർ ലിംബ് ആൻഡ് തൊറാക്സ് ഉണ്ട്. ഇവിടെ അബ്ഡമൻ ആൻഡ് ലോവർ ലിംബ് ഉണ്ട്. ഇത് ഇത്തിരി കൂടെ വലിയൊരു ടെക്സ്റ്റാണ് കേട്ടോ അതിനെ അപേക്ഷിക്കുമ്പം. അത് കഴിഞ്ഞ് ഹെഡ് ആൻഡ് നെക്ക് ബ്രെയിൻ ഉണ്ട്. അപ്പോൾ ഈ ഹെഡ് ആൻഡ് നെക്ക് ബ്രെയിൻ ഈ ഒരു ടെക്സ്റ്റിന് പുറമേ നമുക്ക് ന്യൂറോ അനാട്ടമി എന്ന് പറയുന്നൊരു ടെക്സ്റ്റ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ജൂനിയറിൻ്റെ കയ്യിൽ കൊടുത്തേക്കാണെന്ന്. അതിൻ്റെ പിക്ചർ ഞാൻ സൈഡിലായിട്ട് കാണിച്ചേക്കാം കേട്ടോ. അപ്പോൾ അതുണ്ട്. പിന്നെ ഹിസ്റ്റോളജി എന്ന് പറയുന്നൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഇതിനാണ് നമുക്ക് അനാട്ടമിയിൽ നമുക്ക് 2 ലാബ് ഉണ്ടാവും. ഒന്ന് ഹിസ്റ്റോളജി ലാബും ഉണ്ടാവും, പിന്നെ ഗ്രോസിൻ്റെ ലാബും ഉണ്ടാവും. ഗ്രോസിൻ്റെ ലാബിലാണ് നമ്മൾ മറ്റേ കഡാവറിക് ഡിസെക്ഷനൊക്കെ, അതായത് ഡെഡ് ബോഡി ഡിസെക്ട് ചെയ്തൊക്കെ പഠിക്കുന്നത്. ഹിസ്റ്റോളജി ലാബിൽ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ, അതായത് ഓരോ സ്പെസിമെൻ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ഇപ്പം ലങ്സിൻ്റെയും ലിവറിൻ്റെയും സ്പ്ലീൻ്റെയും ഒക്കെ ഓരോ സ്പെസിമെൻ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അത് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അന്നേരം നമുക്ക് ഇതുപോലുള്ള ഓരോ ഡയഗ്രാംസ്, ഇതുപോലുള്ള ഓരോ ഫിഗർ നമുക്ക് മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഹിസ്റ്റോളജി കേട്ടോ. ഹിസ്റ്റോളജി ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എംബ്രിയോളജിയാണ് കേട്ടോ. എംബ്രിയോളജിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്റർബർ സിംഗിൻ്റെ ടെക്സ്റ്റാണ് കേട്ടോ. ഹിസ്റ്റോളജി നമ്മൾ ഉപയോഗിക്കുന്നത് ബ്രിജേഷ് കുമാറാണ്. ബാക്കി എല്ലാ അനാട്ടമിയും വിശ്രാം സിംഗിൻ്റെ ആണ് കേട്ടോ. വിശ്രാം സിംഗിൻ്റെ ആണ്. BD ചൗരസി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നല്ലതായിട്ട്, അതായത് ടീച്ചേഴ്സ് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് വിശ്രാം സിംഗ് ആണ് കേട്ടോ. സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കാണ്. എത്രയാണ് നമ്മുടെ അനാട്ടമിയിലുള്ളത്. ന്യൂറോ അനാട്ടമിയിലുള്ളതും വിശ്രാം സിംഗിൻ്റെ ടെക്സ്റ്റ് തന്നെയാണ്. അത് ഞാൻ സൈഡിലായിട്ട് കാണിച്ചേക്കാം. അപ്പോൾ അനാട്ടമിയിൽ നമുക്ക് എത്ര ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്? മൊത്തത്തിൽ 7 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് കേട്ടോ. 7ഒന്നും അല്ല. ഇപ്പോൾ റേഡിയോളജിക്കൽ അനാട്ടമി എന്നൊക്കെ പറഞ്ഞുണ്ട്. പക്ഷെ അത് നമ്മൾ ജസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന, അതായത് പ്രാക്ടിക്കൽസിന് മാത്രമേ അതിന് ഇപ്പോൾ കറൻ്റ്ലി ഫസ്റ്റ് ഇയറിൽ ഇമ്പോർട്ടൻസ് ഉള്ളൂ. അപ്പോൾ അത് നമ്മുടെ ഗ്രോസ് ലാബിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ ടീച്ചേഴ്സ് പഠിപ്പിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങളിൽ നമുക്ക് വൈവയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇനി ഒരു
ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ എനിക്ക് പറയാനുണ്ട്. നമ്മുടെ MBBS ലൈഫിൽ നമ്മൾ ഇതുവരെ ഫേസ് ചെയ്യാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതായത് വൈവ സെഷൻ എന്ന് പറഞ്ഞൊരു സെഷനുണ്ട്. പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്, അതായത് റിട്ടൺ എക്സാം ഉണ്ട്. അതുകൂടാതെ വൈവ സെഷനും ഉണ്ട്. അപ്പോൾ ഈ വൈവ സെഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വെളിയിൽ നിന്ന് വരുന്ന ടീച്ചേഴ്സ്, അതായത് ഇപ്പം നമ്മൾ ഇൻറ്റേർണൽ എക്സാം ഒക്കെ ആണെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് തന്നെ ആയിരിക്കും. അവർ നമ്മളിപ്പോൾ ഒരു സ്പെസിമെൻ, ഇപ്പോൾ നമ്മൾ ഹിസ്റ്റോളജിയിൽ ഒരു സ്പെസിമെൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കിട്ടിയ സ്പെസിമെനിൽ നിന്ന് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ പ്രാക്ടിക്കൽ വൈവയുണ്ട്, തിയറി വൈവയുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന വഴിക്ക് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ബുക്സിനെ പറ്റിയാണല്ലോ പറയുന്നത്. അപ്പോൾ അനാട്ടമിയിൽ ഇത്രയും ബുക്സാണ് കേട്ടോ ഉള്ളത്. ഇനി ബയോകെമിസ്ട്രി. ഇപ്പോൾ അനാട്ടമിയൊക്കെ ആണെങ്കിലും നമുക്ക് കൺഫ്യൂഷനാണ്. അതായത് ഇപ്പോൾ BD ചൗര്യസി ഉണ്ട്, വിശ്രാംസമുണ്ട്. പക്ഷേ ബയോകെമിസ്ട്രിയിൽ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ്റെ കാര്യമില്ല. അപ്പോൾ അതേണ്ട നമുക്ക് ഉള്ളത് DM വാസുദേവൻ്റെ ടെക്സ്റ്റാണ് കേട്ടോ ബയോകെമിസ്ട്രി. അപ്പോൾ ടെക്സ്റ്റിൻ്റെ ഒരു തിക്നെസ് ഇത് ഇത്രയും വരും. അപ്പോൾ നമ്മൾ ബയോകെമിസ്ട്രിയിൽ നമ്മൾ കൂടുതലും നമ്മൾ ബയോളജിയിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ സംഭവം അടിപൊളിയാണ്. നമ്മൾ കാൽവിൻ സൈക്കിളും കാര്യങ്ങളൊക്കെ ഇതിനകത്തുള്ള കൂടെ ബ്രഷപ്പ് ചെയ്യുന്നതായിരിക്കും. ഇതിനും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും കേട്ടോ. സെല്ലിനകത്ത് നടക്കുന്ന റെസ്പിറേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. പിന്നെ വേറെ ബയോകെമിൻ്റെ ലാബിലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യും, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. ശരിക്കും അടിപൊളിയാണ് കേട്ടോ. കലോറിമെട്രി ഉണ്ട്, അടിപൊളിയാണ് ബയോകെമിസ്ട്രി. അതൊക്കെ നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ബയോകെമിസ്ട്രിയുടെ ടെക്സ്റ്റ് ഇതാണ്. പബ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് DM വാസുദേവൻ്റെ ടെക്സ്റ്റാണ് കേട്ടോ. DM വാസുദേവൻ സാറിൻ്റെ ടെക്സ്റ്റാണ് ബയോകെമിസ്ട്രിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. പിന്നെ ഫിസിയോളജി. ഇതുപോലെ തന്നെ ഇപ്പോൾ ബയോകെമിസ്ട്രിയിൽ നമുക്ക് ആകെ ഒരു സിംഗിൾ ഓപ്ഷനേ ഉള്ളെങ്കിൽ ഫിസിയോളജിയിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഗേറ്റിനൊക്കെയാണ്. അത് നല്ല ടഫാണ് കേട്ടോ പഠിക്കാനായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടഫാണ്. അപ്പോൾ ടീച്ചേഴ്സ് കൂടുതലും ഗേറ്റിനൊക്കെ നമ്മളോട് ഫോളോ ചെയ്യാൻ പറയുമെങ്കിലും അവർക്കറിയാം നമ്മൾ അത്ര ആ ഒരു ലെവൽ വരെയൊന്നും പോവില്ല എന്നുള്ളത്. അപ്പോൾ ഫിസിയോളജിയിൽ ഏറ്റവും കൂടുതൽ മെഡിക്കൽ സ്റ്റുഡൻസ് ഭൂരിഭാഗം പേര് ഉപയോഗിക്കുന്നത് ഗീതയും ഒന്നുകിലും നമ്മൾ ഉപയോഗിക്കുന്നത് ഗീതയുടെ ടെക്സ്റ്റാണ്, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് GK പാലിൻ്റെ ടെക്സ്റ്റാണ് കേട്ടോ. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ടെക്സ്റ്റാണ്. എൻ്റെ ടെക്സ്റ്റ് വീട്ടിലാണ് കേട്ടോ. കാരണം ആദ്യം ഞാൻ മേടിച്ച GK പാലിൻ്റെ ടെക്സ്റ്റ് ബുക്കായിരുന്നു. പക്ഷേ എനിക്കിത് ഫോളോ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ ഞാൻ ഗീതയിലോട്ട് മാറി. അങ്ങനെ ഇപ്പോൾ ഗീത മാത്രമേ എൻ്റെ ഹോസ്റ്റലുള്ളൂ. ഇതെൻ്റെ റൂംമേറ്റിൻ്റെ ടെക്സ്റ്റാണ്. ഇതിന് തന്നെ വോളിയം 1ഉം വോളിയം 2ഉം ഉണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം കുറച്ച് ഇളകിയിരിക്കുകയാണ് കേട്ടോ. ഇത്രയും തിക്നെസ് ഉണ്ട് വോളിയം 1, ഇതേ തിക്നെസ് തന്നെ ഉണ്ട് വോളിയം 2. ഇപ്പോൾ ഗീതയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിന് ഒരൊറ്റ വോളിയേ ഉള്ളൂ, അതിതാണ് കേട്ടോ ഗീതയുടെ ടെക്സ്റ്റ് ബുക്ക്. സംഭവത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിനകത്തിൽ ഭയങ്കര ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാവേ. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക്, ഇപ്പോൾ ഇത് കണ്ടക്ഷൻ സിസ്റ്റം ഓഫ് ഹാർട്ടാണെന്ന് നിങ്ങൾ വെച്ചോ. അത് തുടങ്ങുന്നത് ഇവിടെയാണ് കേട്ടോ. ഇപ്പം ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്യുന്നത് മിററിങ്ങിലാണ്, പക്ഷെ നിങ്ങൾക്ക് ഞാൻ എന്തായാലും അല്ലാത്ത രീതിയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തീരുന്നുണ്ടോ, ഇങ്ങനെ ഡിസ്ക്രിപ്റ്റീവായിട്ട് അങ്ങ് പോകത്തേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളൂ. അതാണ് ഗീതയുടെ ഒരു സംഭവം. അതേസമയം GK പാലെന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും കണ്ടന്റ് എന്ന് പറയുന്നത് ആകെ ചിലപ്പോൾ ഒരു പേജേ കാണത്തുള്ളൂ. അതിനകത്ത് ഫ്ലോ ചാർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് കുറേ പേര് GK പാൽ വെച്ചിട്ടാണ് കേട്ടോ പഠിച്ചത്. എനിക്ക് ഗീത ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫുൾ ഇങ്ങനെ വായിച്ചാലേ അതെന്ന് വെച്ചാൽ ഒരു ബേസ് ഇല്ലാതെ. ഇപ്പോൾ ഫ്ലോ ചാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇങ്ങനെ എത്തി, പക്ഷെ അത് എങ്ങനെ എത്തി എന്ന് പറയുന്നില്ലല്ലോ. ജസ്റ്റ് ആ ഒരു കോളം കഴിഞ്ഞാൽ ഈ ഒരു കോളം നമുക്ക് പഠിക്കാനായിട്ട് കുറച്ചും കൂടെ ചിലപ്പോൾ GK പാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പക്കായിട്ട് കാണാതെ പഠിക്കാം. പക്ഷേ ഇത്തിരി കാര്യങ്ങൾ എന്തുവാണ് അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെന്ന് മനസ്സിലാക്കി പഠിക്കാനായിട്ട് എനിക്ക് നല്ലതെന്ന് തോന്നിയത് ഗീതയാണ് കേട്ടോ. അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾ എന്തായാലും 2 ബുക്കും കൂടെ കണ്ടിട്ട് ഡിസ്ക്രിപ്റ്റീവായിട്ട് പഠിക്കുന്നതാണോ ഫ്ലോ ചാർട്ട് വഴി പഠിക്കുന്നതാണോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അതിനനുസരിച്ച് ചൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയും ടെക്സ്റ്റ് ബുക്കാണ് നമുക്ക് ഉള്ളത്. ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കി കാണിച്ചു തരാം. അയ്യോ, ഫോണും കൂടെ എൻ്റെ കൂടെ വന്ന് ഇത്രയുണ്ട് നമ്മുടെ ഫസ്റ്റ് ഇയർ MBBSൻ്റെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൊച്ചുങ്ങൾ ഒരു മിനിറ്റ് പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, കുറേ കൊച്ചുങ്ങൾ എൻ്റെ അടുക്കെ മെസ്സേജ് ഇട്ടിട്ട് ഇൻസ്റ്റയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചിക്ക് ഈ ബുക്സൊക്കെ ഞങ്ങൾക്കൊന്ന് ഓർഡർ ചെയ്ത് തരാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. എനിക്ക് ഓർഡർ ചെയ്ത് തരുന്നതിന് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല.
കാരണം വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, ജസ്റ്റ് വിളിച്ച് ഓർഡർ കൊടുത്താൽ മതി. പക്ഷേ അത് കൊറിയർ അയക്കുന്നത്, ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ബുക്സ് ഇപ്പോൾ ആമസോണിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു പ്രൈസും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല നമ്മളിപ്പോൾ ബൾക്കായിട്ട് ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പബ്ലിക്കേഷൻസിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് ഒരു 7-8 പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു 10-15 പേരാവുകയാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ അറിവിൽ ഇതുവരെ ഒരു കോളേജും അവരുടെ കോളേജിൽ നിന്ന് തന്നെ ടെക്സ്റ്റ് ബുക്ക് മേടിക്കണമെന്ന് നിർബന്ധം പിടിക്കാറില്ല. കൂടുതലും നമ്മൾ യൂണിയൻ വഴിയും പിന്നെ കുറേ പേര് സ്വന്തമായിട്ട് മേടിച്ചുകൊണ്ട് വരികയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു കാര്യത്തിൽ എൻ്റെ ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഒരു 10-15 പേരാവുകയാണെങ്കിൽ നമുക്ക് ബൾക്കായിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് റിഡക്ഷൻ കിട്ടും. ഞാൻ ഇതുവരെ വിളിച്ച് അന്വേഷിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല, അപ്പോൾ എനിക്കൊരു റേറ്റ് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ഈ നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പരിഗണിക്കാം. അപ്പോൾ ശരിയാടാ, ടാറ്റാ. കണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഞെട്ടിയിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ ഇതിനകത്തിലും ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ടെക്സ്റ്റ് ബുക്ക് നമുക്ക് കവർ ചെയ്യുന്ന കാര്യം ഈ ഫസ്റ്റ് ഇയറിൽ ഒരു 10 മാസം അല്ലെങ്കിൽ 11 മാസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ സെക്കൻഡ് ഇയറിൻ്റെ സംഭവമാണ് കേട്ടോ. ലുമിനെയർ എന്ന് പറയുന്നത് ഇത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൻ്റെ ഒരു ബുക്കാണ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ സ്റ്റുഡൻസ് റിലീസ് ചെയ്തൊരു ബുക്കാണ്. ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ഈ ലുമിനെയറിന് പകരം സിസറോൺ എന്നാണ് അതിൻ്റെ പേര്. അവിടെ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഓരോ ചാപ്റ്ററിലും ഓരോ ചാപ്റ്റർ ഇപ്പം ഇത് ഞങ്ങളുടെ സെക്കൻഡ് ഇയറിൻ്റെ ആണ് കേട്ടോ. ഇപ്പോൾ ജനറൽ ഫാർമക്കോളജി നിങ്ങൾ ജസ്റ്റ് ജനറൽ അനാട്ടമി ആയിട്ടൊന്ന് ഇമാജിൻ ചെയ്യും. അവിടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് UQ കണ്ടോ? ഈ UQ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചുകൊണ്ട് പോയിട്ടാണ് അത്യാവശ്യം പാസ് മാർക്ക് മേടിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ പാസ് മാർക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു പുച്ഛം തോന്നാം. അയ്യേ പാസ് മാർക്ക്, അതായത് 100-ൽ 50 മാർക്ക് പോലെ ഇതൊക്കെ എല്ലാവർക്കും കിട്ടും. അത് ജസ്റ്റ് ഒരു തോന്നൽ മാത്രമാണ്. അത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇൻറ്റേർണൽ കഴിയുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് ഇൻറ്റേർണലുണ്ടല്ലോ, അവിടെ നിങ്ങളുടെ ക്ലാസ്സിൽ 100 പേരുണ്ടെങ്കിൽ 50 പേരും പൊട്ടും. അതിനകത്ത് ഒരു സംശയമില്ല. നിങ്ങൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലായിക്കോട്ടെ, സെൽഫ് ഫിനാൻസിങ് കോളേജിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും അതൊരു ഒരു സത്യമായ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലായിക്കോളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും പഠിക്കാനുണ്ടല്ലോ എന്നുള്ളൊരു വലിയ ടെൻഷൻ എടുത്ത് വെക്കേണ്ട. പഠിക്കാനൊക്കെ ഉണ്ട്. ഈ ബുക്ക് ഫോളോ ചെയ്താൽ പോലും ഇതിൻ്റെ പകുതി മുക്കാലോളം നമുക്ക് പഠിക്കാനുണ്ട്. ആകെ ഒരു 50% നമുക്ക് കട്ട് ചെയ്ത് കളയാനായാലും പറ്റത്തുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. നിങ്ങൾക്ക് എൻ്റെ വഴി ബുക്ക് ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അന്വേഷിച്ചിട്ട് ഞാൻ വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിലും കൊടുത്തേക്കാം. ഫുൾ പ്രൈസ് കമൻറ്റ് സെക്ഷനിലും കൊടുത്തേക്കാം. അപ്പോൾ ശരിയാടാ, ടാറ്റാ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് കേട്ടോ. എല്ലാ ഫ്യൂച്ചർ ഡോക്ടേഴ്സിനും ഓൾ ദ ബെസ്റ്റ്. ടാറ്റാ.